ജേക്കബിന്റെ ഈ ചടങ്ങിന് ഇത്രയും ആൾക്കാരെ പോലും ഞാനിന്ന് പ്രതീക്ഷിച്ചതല്ല. പിന്നെ നിങ്ങളെയും. നിങ്ങൾ പറഞ്ഞത് ജേക്കബ് ഞങ്ങളെ രക്ഷിക്കാൻ വന്നു എന്നല്ലേ? അതിപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ വിശ്വസിക്കേണ്ടി വന്ന അയാൾ ഞങ്ങളോട് ചെയ്ത പല കാര്യങ്ങളും ഞാൻ മറക്കേണ്ടി വരും. ഓർമ്മയിൽ പോലും സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അധ്യായമാണ് എനിക്ക് ജേക്കബിൻ്റേത്. അതുകൊണ്ട് അയാളെപ്പറ്റിയോ അയാളുമായി ബന്ധമുള്ളവരെ പറ്റിയോ അന്വേഷിച്ച് എൻ്റെ അടുത്തേക്ക് വരരുത് പ്ലീസ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഇവരുടെ ഹസ്ബൻഡ് അല്ലേ മരിച്ചത്? പക്ഷെ അവരെന്താ ഇങ്ങനെ? He risked his life for them. ഞാൻ കണ്ടതല്ലേ? Jacob? ഇന്ന് ജോലിക്ക് പോണില്ലേ? പോണം. ഇന്നലെ നൈറ്റായിരുന്നു. ഓ, നീ എന്താ കാണണമെന്ന് പറഞ്ഞു വിളിച്ചേ? വാ അകത്തേക്കോ. നീ ആളങ്ങ് മാറിയല്ലോ, മൊത്തത്തിലൊന്ന് മെനയായിട്ടുണ്ട്. നീ എന്തെങ്കിലും തിരക്കിലാണോ? തിരക്കിലാണ്. ഞാൻ ഒരാളെ കാത്തിരിക്കുമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അയാൾ വരുന്നവരെ സമയമുണ്ട്. നീ വാ. നീ കഴിക്കുന്നോ? ഹേയ് വേണ്ട. ചെട്ടിയാർ എക്സ്പോർട്സ്. നീ ആളുകളുടെ പരിപാടി വരെ നിർത്തിയില്ലേ? ഷുവറായിരിക്കും. അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയില്ലേ. റെയർ ഐറ്റോ അതാണ് ചെട്ടിയാരുമായിട്ടുള്ള ഇപ്പോഴത്തെ ഡീൽ. അപ്പോ വൺ ഡീലായിരിക്കുമല്ലേ? 4 കോടി 2 കോടി അഡ്വാൻസ് വാങ്ങിച്ചങ്ങ് ഉറപ്പിച്ചു. പഴയ ചെറിയ പരിപാടിയൊക്കെ ഞാനങ്ങ് നിർത്തി. ഞാൻ നിനക്കൊരു ഉപദേശം തരാം. നീയും ഇതുപോലെ എന്തെങ്കിലും വലിയ പരിപാടിയൊക്കെ നോക്ക്. അല്ലെങ്കിൽ ഇന്നും ഇതുപോലെയൊക്കെ നിൽക്കേണ്ടി വരും. നോക്കണം. ആ ലിസിയും കുഞ്ഞിനും കാണാനില്ലല്ലോ. അവരെവിടെ ഇല്ലേ? അവരെ ആരാണ്ട് തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോയോ? ആര്? ഏതോ ഒരു അനിരുദ്ധൻ. ചെട്ടിയാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ മറ്റേ സാധനമില്ലേ, അത് അവന് വേണമെന്ന്. എന്നിട്ട് ഡീൽ
6 crores. പക്ഷേ അവൻ വലിയ ബുദ്ധിമാനാന്ന് അവൻ്റെ വിചാരം. എൻ്റെ കാറിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നു, അതേ കാറിൽ ലിസിയെയും കൊച്ചിനെയും തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ കുറേ കണ്ടീഷൻസ്. എന്നിട്ട് നീ അത് സമ്മതിച്ചോ? സമ്മതിച്ചു. പക്ഷെ ഡീല് ഞാൻ നേരെ പോലീസിനൊറ്റി. അല്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ തിരിച്ച് എനിക്കിട്ട് പണി തരും. നീ എന്തേ പറയുന്നത്? ലിസിയും കുഞ്ഞും അവരുടെ കയ്യിലല്ലേ? പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? ഇന്ന് ഈവനിങ് രാജ്യം വിടാൻ പോകുന്ന എനിക്ക് എന്ത് ചെട്ടിയാര്, എന്ത് അനിരുദ്ധൻ, പിന്നെ ലിസി. അവളെയും കൊച്ചിനെയും എങ്ങനെ ഒഴിവാക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഇങ്ങനൊരവസരം വന്നു വീണത്. അത് കളഞ്ഞു കുളിക്കുന്നത് ശരിയാണോ അളിയ? ജേക്കബ്. ബൈബിളിൽ ജേക്കബിന് പകരക്കാരൻ എന്നാണ് അർത്ഥം. ഇനി മുതൽ ഞാനാണ് ജേക്കബ്, പകരക്കാരൻ. ഹലോ. അപ്പോൾ എങ്ങനാ പുറപ്പെടുകയല്ലേ? ഓക്കെ.